ഇരുവർ ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. മോഹൻലാലും സഖാവ് പിണറായി വിജയനുമായി എടുത്തൊരു ഇൻ്റർവ്യൂ. അതിൻ്റെ ദൃശ്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരും. അതിൻ്റെ ഒരു ടീസർ പുറത്തു വന്നു. അതാണ് ഇപ്പോൾ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2008 ഒരു ക്രിസ്മസ് വേളയിൽ മോഹൻലാലും ഉമ്മൻചാണ്ടിയുമായിട്ട് ഇതേപോലെ ഒരു സംഭാഷണം എടുത്തിരുന്നു. അതിൻ്റെയും പേര് ഇരുവറാണ്. ഇന്ന് അത് ജയ്ഹിന്ദ് TV സംപ്രേഷണം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു പോരിലേക്ക് പോവുകയാണോ ഇരുവർ? ഇതിനകത്ത് പ്രത്യേകിച്ച് പോരിന്റെ കാര്യമൊന്നുമില്ല. അത് വി.ഡി. സതീശൻ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ, തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ, പുള്ളിയായിട്ട് മോഹൻലാൽ ഒരു സംഭാഷണം നടത്തി, അത് ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കാണിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇപ്പം മോഹൻലാൽ ജനങ്ങൾ, കേരളത്തിലെ മലയാളികൾ, ഇന്ത്യൻ സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ആരാധിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. വ്യക്തിപരമായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാനൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചായ്വുണ്ട് എന്നൊന്നും തോന്നിപ്പിക്കാതെ പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ മോഹൻലാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ 10 വർഷം കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയുമായി ഒരു ഇന്റർവ്യൂ എടുക്കുന്നു. ഇപ്പോൾ ശ്രീനിവാസനും പിണറായി വിജയൻ കോമ്പോയിലുള്ള ഇന്റർവ്യൂകൾ എത്ര നമ്മൾ കണ്ടിട്ടുണ്ട്, ദാസനും വിജയനും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ ആ അർത്ഥത്തിൽ മാത്രമേ പ്രതിപക്ഷം ഇതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഇന്ന് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരൊരു PR വർക്കിന്റെ ഭാഗമായി ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ മോഹൻലാലിനെ വെച്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ എന്തോ ഒരു വലിയ മഹത്തരമായ സംഭവമായി അവതരിപ്പിച്ചത് CPM നേതാക്കളാണ്. ഇപ്പോൾ P. രാജീവിൻ്റെ തന്നെ പോസ്റ്റ്, പന്ത് കറക്കുന്നതും കപ്പ തിന്നുന്നതുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇരുവർ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കളെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഒരു സംഭവം. സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കേണ്ടത് മോഹൻലാലിനോടാണോ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടാണോ? അവിടെയാണ് ആ ചോദ്യം മുന്നോട്ട് വെക്കേണ്ടത്. ഇനി ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ PRDക്ക് എന്ത് പറ്റി എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഈ ബുദ്ധിയുള്ള ഇന്നത്തെ സോഷ്യൽ മീഡിയ തരംഗത്തിൽ, ഇപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയുടെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയൊക്കെ അത്ര വലിയ സജീവമല്ല, ഇന്നത്തെ പോലെ സജീവമായിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായി നിൽക്കുന്ന ഈ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു പഴയ ജയ്ഹിന്ദ് TV പരിപാടിയുടെ പേരെങ്കിലും ഒന്ന് മാറ്റാൻ എന്തുകൊണ്ട് ഈ ടീമിന് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ ഇരുവർ 2.0 എന്ന് കൊടുക്കാൻ എന്താ? ഇരുവർ 1 ഉമ്മൻചാണ്ടിയുമായി മോഹൻലാലിൻ്റെ സംഭാഷണം, ഇരുവർ 2.0 പിണറായി വിജയനുമായി മോഹൻലാലിൻ്റെ ഒരു പരിപാടി. അതിന് പോലും തയ്യാറാകാത്ത ഈ PR ടീമിൻ്റെ ബുദ്ധിയെ, എനിക്ക് തോന്നുന്നത് MP നികേഷ് കുമാർ തന്നെ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാവാനേ ഉള്ളൂ സാധ്യത. പുള്ളിക്കാണല്ലോ ഈ കിണറ്റിലിറങ്ങി വെള്ളം പരിശോധിക്കുന്ന പരിപാടിയൊക്കെ ഉള്ളത്. അതെന്തുകൊണ്ട് ഇവർ തയ്യാറായില്ല എന്നുള്ളത് ഒരു ബാക്കി പത്രമാണ്. ഇനി വി.ഡി. സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി വല്ലപ്പോഴും ഒന്ന് ചിരിക്കുന്നത് നമുക്ക് കാണണമല്ലോ. മോഹൻലാലിനോട് ഇരുന്ന് ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിന് അത്രയ്ക്ക് വില കൊടുത്താൽ മതിയെന്ന് ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് നമ്മൾ കണ്ടു. അത് തന്നെയാണ് മലയാളി സമൂഹത്തിൻ്റെയും ഒരു കാര്യം. മലയാളിക്ക് എന്നും വികാരവും വിസ്മയവും തീർത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? പൂരങ്ങൾ, നല്ല സദ്യ, ആന, നല്ല കാടുകൾ, ബീച്ച്, പിന്നെ മോഹൻലാൽ ആണേ. അപ്പോൾ സ്വാഭാവികമായും അത്രയും മലയാളിക്ക് വിസ്മയമുള്ള, കാണാൻ ആഗ്രഹമുള്ള, കേട്ടിരിക്കാൻ കണ്ടിരിക്കാനൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ ലാലേട്ടൻ ഷേവൊക്കെ ചെയ്ത് താടിയൊക്കെ എടുത്ത് കൊമ്പ മീശയൊക്കെ വെച്ച് നടക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു പോകും മനുഷ്യൻ്റെ നടപ്പ്, നിപ്പ്, ചിരി. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ഗൗരവമുണ്ട്, ആ ഒരു ചെറിയ വിനയമുണ്ട്, ആ പക്വതയോടുകൂടിയുള്ള സംസാരമുണ്ട്, അപ്പം നല്ല നർമ്മ രസപ്രധാനമായ സംഭാഷണമുണ്ട്. ഇതൊക്കെ മലയാളി കണ്ടിരിക്കും. അത് പിണറായി വിജയനെ കാണാൻ വേണ്ടിയിട്ടല്ല, ലാലേട്ടനെ കാണാൻ വേണ്ടി കണ്ടിരിക്കുമെന്ന ബുദ്ധി ആരോ PR ടീം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ടീമിന് ഉപദേശിച്ചു. അപ്പോൾ MP നികേഷ് കുമാർ പറഞ്ഞാണെങ്കിൽ അതിൻ്റെ പേര് ഇരുവറന്നിടാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതായിരിക്കും, വേറെ ആരും ആ മണ്ടത്തരം കാണിക്കില്ല. അല്ല, ഇപ്പോൾ കാരണം ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിൽക്കുന്നവർക്കൊക്കെ എന്തായാലും ഉത്തമമായ ബോധ്യമുണ്ട് ഈ പണ്ടിങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ന്. ഇന്ന് ജയ്ഹിന്ദ് TVയിൽ ആ പരിപാടി റീടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നതേ, ഇതില് ഇത്ര കണ്ട് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ എന്താ ഉള്ളത്? ഇടിയുടെ ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ. ടീസർ വന്നപ്പോൾ തന്നെ ഇടത് സൈബർ ഇടങ്ങൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ദശാവതാരം എന്ന പേരിൽ ഒരു ഇന്റർവ്യൂ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? മറ്റേ ദശാവതാരത്തിൽ കമലഹാസൻ ആയിരുന്നുവെങ്കിൽ ഇനി പുതിയ ദശാവതാരത്തിൽ വീണ ജോർജിനെ അഭിനയിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു സാധനം വരും. കണ്ടില്ലേ മറ്റേ അന്വേഷണം പ്രഖ്യാപിക്കുന്ന വീണ ജോർജ്, മാധ്യമങ്ങളെ ചോദ്യം ചെയ്യുന്ന ക്രോധാകുലയായ വീണ ജോർജ്, മറ്റേ വീട്ടിൽ റീത്ത് കൊണ്ടുവെക്കുമ്പം പ്രതികരിക്കുന്ന മറ്റൊരു വീണ ജോർജ്, യൂത്ത് കോൺഗ്രസ്സുകാർ പത്തനംതിട്ടയിൽ വണ്ടിക്ക് മുന്നിൽ കരിങ്കൊടി വെക്കുമ്പോൾ ഇറങ്ങി നിന്ന് മുണ്ട് മടക്കി കൊടുത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മാസ് ഡയലോഗ് അടിക്കുന്ന വീണ ജോർജ്, കണ്ണൂരിൽ പോയി പിന്നെ പ്രതിഷേധം വന്നപ്പോൾ നെഞ്ചുമിരിച്ച് കയറി ചെന്ന് പോലീസുകാരുടെ കയ്യിൽ നിന്ന് മാന്തൽ കൊണ്ട് കൈയും മുറിഞ്ഞിട്ട് കഴുത്തിന് പരിക്കേറ്റെന്ന് പറഞ്ഞ് ICUയിൽ കിടക്കുന്ന വീണ ജോർജ്. ഇതൊക്കെ കൂടെ വെച്ചിട്ട് ദശാവതാരം ചെയ്യാൻ പറ്റും. മഞ്ജു വാര്യരെ വെച്ചിട്ട് ആ ഇൻ്റർവ്യൂ എടുക്കണം, എൻ്റെ ഒരു സജഷനാണ്. ഇപ്പോൾ മോഹൻലാലിനെ വെച്ച്
പിണറായി വിജയന്റെ ഇന്റർവ്യൂ എടുത്തതുപോലെ ബിഗ് ഗംസിൽ പെടുന്ന മോഹൻലാലും മമ്മൂട്ടിയും മാത്രമല്ല മഞ്ജു വാര്യരും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ മഞ്ജു വാര്യരെ വെച്ചിട്ട് ഈ പറയപ്പെടുന്ന വീണ ജോർജിന്റെ ഇന്റർവ്യൂ എടുക്കണം. എന്നാൽ ഈ മോഹൻലാലിന് എന്ത് പറ്റി എന്നുള്ളതൊരു വല്ലാത്തൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, ഇത് കണ്ടിട്ട് മമ്മൂട്ടി എന്ത് വിചാരിച്ചാണ്? ഇവന്മാർ ചാനലിന്റെ ചെയർമാനായിട്ടും എല്ലാ പരിപാടിക്കും പാവം പിടിച്ചു സഹകരിച്ചു. എന്നിട്ട് ഒരു ആവശ്യം വന്നപ്പോൾ മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് പോയി. മമ്മൂട്ടിക്ക് അത്രയും വില ഇവർ കൊടുക്കുന്നുള്ളൂ? ഇവർ സഹാക്കന്മാർക്കൊക്കെ ഇത്ര വിലയെ കൊടുക്കുന്നുള്ളൂ? എനിക്കറിയാൻ വയ്യ. അല്ലേ, മമ്മൂട്ടി ആയിരുന്നില്ല? മമ്മൂട്ടിയും എന്താണ്, മമ്മൂട്ടിക്ക് എന്താണ് പ്രശ്നം? നല്ല ഗൗരവത്തിൽ നല്ല തമാശയൊക്കെ പറഞ്ഞ് മമ്മൂട്ടി ആ ഇന്റർവ്യൂ എത്രയോ ഭംഗിയായിട്ട് എടുത്തതിനായിരുന്നു. മോഹൻലാൽ എടുത്തത് മോശമായി പോയി എന്നല്ല, കാരണം ഒരു ഇടത് സഹയാത്രികനായ മമ്മൂട്ടിയെ എന്തുകൊണ്ട് അവർ ഉപയോഗിച്ചത്? ചിലപ്പോൾ വേറെ അടുത്ത ഇന്റർവ്യൂ വരുന്നുണ്ടാകും, വല്യേട്ടൻ എന്ന പേരിൽ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ടാകും. ഇതെന്താണ് ഇത് ഇരുവർ ബാക്കി എന്തെങ്കിലും സബ് ടൈറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല, ഒന്നുമില്ല അല്ലേ. തുടരും 3.0 പ്രതീക്ഷിച്ചിട്ടായിരിക്കും. വല്യേട്ടൻ ചെയ്യുമ്പോൾ വല്യേട്ടൻ്റെ മികച്ച തള്ളുകൾ, അങ്ങനെ ഒരു ടൈറ്റിലോട് കൂടി മമ്മൂട്ടിയും ഇദ്ദേഹം കൂടി ഇരുന്നിട്ട് അന്ന് ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്നു പോയപ്പോൾ ഏതെങ്കിലും ഒരു വടിവാളിന്റെ അറ്റത്ത് നിന്ന് മൂർച്ചയായ ആയുധം കൊണ്ട് മുറിഞ്ഞിരുന്നോ ചോദിക്കാലോ. ബ്രണ്ടൻ കോളേജിന്റെ വരാന്തിയിൽ കെ സുധാകരന്റെ നെഞ്ചത്ത് ചവിട്ടേറ്റപ്പോൾ വേദനിച്ചിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ തിരിച്ച് ഒരട്ടി മാത്രം തിന്ന് ജീവിച്ച ബാല്യം, ഇന്ന് നെയ്മീൻ്റെ കഷ്ണം മാത്രം തിന്നുന്ന വാർദ്ധക്യം, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന വാർദ്ധക്യം, പണ്ട് കരുണാകരൻ പണിഞ്ഞപ്പോൾ പട്ടിയെ കുളിപ്പിക്കുമെന്ന് പറഞ്ഞ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന വാർദ്ധക്യം, 2ാം നിലയിൽ കയറാൻ ലിഫ്റ്റ് വെക്കുന്ന വാർദ്ധക്യം, ആരോഗ്യ മേഖലയിൽ നമ്പർ 1 അമേരിക്ക പോലും അഭിപ്രായം ചോദിക്കുന്ന ആരോഗ്യ മേഖല ഉണ്ടായിട്ടും അതേ അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യുന്ന എളിമ, ഇതിനെ പറ്റിയൊക്കെ മമ്മൂട്ടിയുമായിട്ടൊരു അഭിമുഖം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. പറ്റുമെങ്കിൽ അത് റിപ്പോർട്ടർ ടി വിയിൽ തന്നെ, പണ്ടൊക്കെ കൈരളി ടി വി നമ്മൾ പറയാം, ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യുകയും കൂടി വേണം എന്നുള്ളതാണ്. ഇപ്പം ഒരുപക്ഷെ അവരുടെ എഡിറ്റോറിയൽ ടീം അങ്ങനെ ഒരു സംവിധാനം പ്ലാൻ ചെയ്യുന്നുണ്ടാകും. PRD അല്ലാതെ റിപ്പോർട്ടറിന് വേണ്ടിയിട്ട് മമ്മൂട്ടി ഈ പറയപ്പെടുന്ന പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടി നോക്കൂ. അല്ല, ഞാൻ ഇവിടെ ആലോചിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം, ശബരിമലയിൽ ഒരു പരിപാടി നടത്തിയതിന് കോടാനുകോടി രൂപയാണ് ചിലവായത്. ഇതിലേക്ക് മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചതിന് എത്ര ലക്ഷം രൂപ ഇതിന്റെ ചാനൽ കോസ്റ്റായി കാണും? ലാലേട്ടൻ അല്പം വിവരവും ബോധമൊക്കെ ഉള്ള ആളാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇത് മേടിച്ചാൽ വലിയ വിവാദമാകുന്നില്ല. ലാലേട്ടൻ പണം വാങ്ങിച്ചിട്ടില്ലെങ്കിലും ലാലേട്ടന് വേണ്ടി 1 കോടി രൂപ, ഷൂട്ട് ചെയ്തതിന് 50 ലക്ഷം രൂപ, 1.5 കോടി രൂപ. നന്ദഗോവിന്ദൻ ഭജൻസിനെ വന്നില്ലെന്ന് പറഞ്ഞ് 8 ലക്ഷത്തിന്റെ കണക്ക് എഴുതി വെച്ചവന്മാരാണ്. അപ്പോൾ ലാലേട്ടന് ചിലപ്പോൾ ഒരു 10 കോടി രൂപ റെമ്യൂണറേഷൻ എഴുതി വെച്ചാലും നമുക്ക് എന്താ ഞെട്ടേണ്ട കാര്യമൊന്നും. ഷൂട്ട് ചെയ്യുന്നതിന് പൈസയായി കാണും, കാരണം സിനിമാറ്റിക് ആയിട്ടാണ് സാധനം ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എഡിറ്റിങ്, അതിന് എങ്ങനെ പോയാലും ഒരു സിനിമ എടുക്കാനുള്ള പൈസ 3 കോടി രൂപ അതിന് എഴുതി മാറ്റി കാണും എന്നുള്ളതാണ്. അറിയില്ല, കണക്കുകൾ പുറത്ത് വരട്ടെ. എന്തായാലും ഇവര് ലാലേട്ടനൊരു ഇന്റർവ്യൂ എടുത്തതുകൊണ്ടൊന്നും പിണറായി വിജയന്റെ ഇമേജ് മാറാനൊന്നും പോകുന്നില്ല. അല്ല, ഇത് ചർച്ചയായതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് സകല ചർച്ച ഇന്ന് കണ്ണൂർ കൊണ്ട് കളഞ്ഞില്ലേ? അതെ, കണ്ണൂരത്തെ ഒരു ഷോ പരിപാടിയിലൂടെ മൊത്തം കൊണ്ട് കളഞ്ഞില്ല. ഇത് വലിയൊരു വിപത്തിന് തീയിട്ടിരിക്കുകയെന്ന് കണ്ണൂർ മനസ്സിലാക്കുന്നില്ല ഇതിന്റെ സീരിയസ്നെസ്. ഇവര് തിരിച്ച് വണ്ടി കയറി പത്തനംതിട്ടയ്ക്കോ തിരുവനന്തപുരത്തിനോ പോകും. കണ്ണൂർ ഇത്രയും സെൻസിറ്റീവായ ഒരു സ്ഥലത്താണ് ആവശ്യമില്ലാത്തൊരു പ്രശ്നം. ആഭ്യന്തര വകുപ്പിന് പൂർണ്ണമായ പരാജയം സംഭവിച്ചിട്ടുണ്ട് അവിടെ. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടി ഇങ്ങനെ ഒരു സംഭവം നടന്നതാണ് അവിടെ, കരുതിക്കുട്ടി നടന്നതാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരണം. അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ലൈവ് പൊക്കോണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ലൈവിന്റെ ഇടയ്ക്കാണ് മന്ത്രി നേരെ ഡയറക്റ്റ് വരുന്നതും ആർക്കാണ് ഇവിടെ ഷോ കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലീസുകാരുണ്ട്, മേഡം ഒന്ന് പോയി തരൂ, ഒന്ന് പോകൂ, എനിക്കിവിടെ നടക്കാൻ കഴിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആക്രോശിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്നതാണ്. അതുപോട്ടെ, അത് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ആദ്യം 21 അഭിനയിച്ച, ലാലേട്ടനൊപ്പം അഭിനയിച്ച അല്ലെങ്കിൽ ജീവിച്ച ഉമ്മൻചാണ്ടി സാറിൻ്റെ ചോരവീണ കണ്ണൂരല്ലേ അത്? കുഴപ്പമൊന്നുമില്ല, അത് ഷോ ആയാലും അല്ലാത്തതാണെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം. എനിക്ക് തോന്നുന്നു അതിലൊരു കർമ്മം ഉണ്ടെന്ന് തോന്നുന്നു. ആഭ്യന്തര വകുപ്പ് കുറച്ചുകൂടി, ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്, KK രാഗേഷിൻ്റെ ഒക്കെ മറുപടി പറയാൻ അർഹിക്കുന്നില്ല. അപ്പം കുറച്ചുകൂടിയൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നു. എന്തായാലും വല്യേട്ടൻ, മമ്മൂക്കയുമായി ബന്ധപ്പെട്ട വല്യേട്ടൻ്റെ 1000 തള്ളുകൾ എന്ന പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു.